നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഡൊമിനിക് സാരാനാഥ്. പ്രധാന വാർത്തകൾ. കൊടകര ദേശീയപാതയിൽ കാർ ബൈക്കിലിടിച്ച് മറിഞ്ഞു. അപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. പൂനിലാർക്കാവിൽ ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് തിങ്കളാഴ്ച തുടക്കം. കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷവും ദേവി ഭാഗവത നവാഹയജ്ഞവും ചൊവ്വാഴ്ച മുതൽ. ആളൂരിൽ ഗ്രാമവികാസ് സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രശസ്ത തിയേറ്റർ നാടക സംവിധായകൻ ദീപൻ ശിവരാമന് സ്വീകരണം നൽകാൻ ജന്മനാട് ഒരുങ്ങുന്നു. വാർത്തകൾ വിശദമായി. കൊടകര ദേശീയപാതയിൽ ബൈക്കിന് പുറകിലിടിച്ച് മാരുതി കാർ തലകുത്തി മറിഞ്ഞു. അപകടത്തിൽ കാർ യാത്രക്കാരന് പരിക്കേറ്റു. മാരാങ്കോട് പടിഞ്ഞാക്കര വീട്ടിൽ 49 വയസ്സുള്ള ജോസിനാണ് പരിക്കേറ്റത്. ഇയാളെ കൊടകരയിലെ ശാന്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. ദേശീയപാതയിലെ കൊടകര ഗാന്ധിനഗറിലുള്ള ബിവറേജസ് ഷോപ്പിന് സമീപം റോഡിൽ നിർത്തിയിരുന്ന ബൈക്കിന് പുറകിലാണ് കാറിടിച്ചത്. ബാക്കി യാത്രക്കാരൻ ബൈക്ക് റോഡരികിൽ നിർത്തി ഡിവൈഡറിൽ കയറി നിന്ന് മൊബൈലിൽ സംസാരിക്കുമ്പോഴായിരുന്നു അപകടം. ഇടിച്ച കാർ ഡിവൈഡറിനോട് ചേർന്നുള്ള കാനയിലേക്ക് മൂക്കുകുത്തിയതിനെ തുടർന്നാണ് പിൻവശം ഉയർന്ന് കുത്തനെ നിൽക്കുകയായിരുന്നു. കൊടകര പോലീസ് കേസെടുത്തു. മറ്റത്തൂർക്കുന്ന് പടിഞ്ഞാറ്റുമുറി സമസ്ത നായർ സമാജത്തിന്റെ 3ാം വാർഷികം നടത്തി. കെ ഗോപിനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. പുതുവത്ത് ശ്രീധരൻ നായർ അധ്യക്ഷത വഹിച്ചു. കലാകായിക മത്സര വിജയികൾക്ക് ഔഷധി ഡെപ്യൂട്ടി പ്രൊഡക്ഷൻ മാനേജർ ഡോക്ടർ ജയശ്രീ ഗോപിനാഥ് സമ്മാനങ്ങൾ നൽകി. രാജൻ നായർ, ബാലൻ നായർ, ടി ശ്രീകുമാർ, സുധ എന്നിവർ സംസാരിച്ചു. കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിലെ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ കൊടകര മീഡിയ ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 5 വരെ നീളുന്ന യജ്ഞത്തിന് കൊളത്തൂർ പുരുഷോത്തമൻ നേതൃത്വം നൽകും. ഇതോടനുബന്ധിച്ച് 27-ന് സർവൈശ്വര്യ പൂജ, ഒക്ടോബർ 2-ന് കുമാരി പൂജ എന്നിവയുമുണ്ടാകും. പൂനിലാർക്കാവിലെ നവരാത്രി ആഘോഷങ്ങൾ 28-ന് തുടങ്ങും. കാർത്തിക ഭജന മണ്ഡപത്തിൽ അരങ്ങേറുന്ന നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം 28-ന് വൈകുന്നേരം 7 മണിക്ക് തന്ത്രി തെക്കേടത്ത് പെരുമ്പടപ്പ് ജാതവേദൻ നമ്പൂതിരി നിർവഹിക്കും. സംഗീത സംവിധായകൻ വിദ്യാധരൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. നവരാത്രി ദിവസങ്ങളിൽ വൈകുന്നേരം നൃത്തനൃത്യങ്ങൾ, സംഗീതാർച്ചന, കലാപരിപാടികൾ എന്നിവയുമുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രസമിതി സെക്രട്ടറി ഇ കൃഷ്ണൻ നായർ, നവരാത്രി ആഘോഷ കമ്മിറ്റി കൺവീനർ VS വത്സകുമാർ, M ശ്രീകുമാർ, ഉണ്ണി പൊറോത്ത് എന്നിവർ പങ്കെടുത്തു. നവരാത്രിയുടെ കാലയളവ് മുഴുവൻ സമയവും ക്ഷേത്ര സന്നിധിയിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളും അതുപോലെ തന്നെ നവരസ ഭാവങ്ങളോടുകൂടിയ ദേവി ഭാഗവതത്തിൻ്റെ നവഭാവങ്ങളും പാടി അവദാനങ്ങളെ കേൾപ്പിക്കുക. മുഴുവൻ ദേവി ഭാഗവതത്തിലെ മൂലം വായിച്ച് ഭക്തജനങ്ങളെ വിജയിക്കുക എന്നതാണ് ഭാഗവതത്തിന് വേണ്ടത്. അതുപോലെ തന്നെ നവരാത്രി കാലത്ത് ദുർഗാദേവിയുടെ അല്ലെങ്കിൽ പരാശക്തിയുടെ 9 ഭാവങ്ങളെയും ക്ഷേത്രത്തിൻ്റെ അനുഷ്ഠാനങ്ങളിൽപ്പെട്ട കലകളും നടത്തപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിൽ ഈ വർഷത്തെ നവരാത്രി കാലത്ത് പൂജയ്ക്കും അതുപോലെ തന്നെ പ്രസാദവിതരണത്തിനും എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഭക്തജനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കൽ കൂടിയാണ് നമ്മളിന്ന് സന്ധ്യാ സമയ വേളയിലുള്ള പരിപാടി. ഓരോ ദിവസവും പ്രത്യേകമായിട്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നവരാത്രിയോടനുബന്ധിച്ചുള്ള ഈ സായന്തം നമ്മുടെ കലാപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ക്ഷേത്രം തന്ത്രി ശ്രീ തെക്കേടത്ത് പെരുമ്പടപ്പ് ജാതവേദൻ നമ്പൂതിരിയാണ്. ആളൂർ വിശ്വനാഥപുരം ഗ്രാമവികാസ് സേവാ സമിതിയുടെയും ജീവൻ രക്ഷാവേദിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആളൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. റിട്ടയേർഡ് അഡീഷണൽ ഫാക്ടറി ഇൻസ്പെക്ടർ യതീന്ദ്രദാസ് ഉദ്ഘാടനം ചെയ്തു. EG ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ചാലക്കുടി മഹാത്മാ കളരി സംഘത്തിന്റെ ജീവൻ സുരക്ഷാ അവാർഡ് ജീവൻ രക്ഷാവേദി പ്രസിഡന്റ് EG ഗോപാലകൃഷ്ണന് കളരിപ്പയറ്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മുരുകൻ ഗുരുക്കൾ സമ്മാനിച്ചു. കൊടകര CI M ഗംഗാധരൻ,
BP അപ്പക്കുട്ടൻ, M വിക്രമൻ, റോയ് കളത്തിങ്കൽ, PN രാമകൃഷ്ണൻ, MV രവി, രാജേഷ് മച്ചാടൻ, KL ജേക്കബ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർമാരായ രാംകുമാർ മേനോൻ, മഹേഷ് കൃഷ്ണൻ, പ്രമോദ് മോഹൻ, ദിവ്യ രാംകുമാർ എന്നിവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. വസ്ത്രവിസ്മയങ്ങളുടെ മായ കാഴ്ചകളുമായി പന്തല്ലുക്കാരൻ സിൽക്സ്, കൊടകര. ഏറ്റവും പുതിയ ഫാഷനിലും ഡിസൈനിലുമുള്ള വെഡിംഗ് സാരികളുടെ കമനീയ ശേഖരം. സ്ത്രീ സൗന്ദര്യത്തെ തൊട്ടുണർത്തുന്ന വൈവിധ്യമാർന്ന ചുരിദാർ മെറ്റീരിയലുകൾ, പാർട്ടി വെയറുകൾ, ഒപ്പം ലേറ്റസ്റ്റ് ട്രെൻഡി മോഡൽ ജെൻസ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളും കിഡ്സ് വെയറുകളും. പന്തല്ലുക്കാരൻ സിൽക്സ്, AC ഷോറൂം, കൊടകര. An exclusive silk saree showroom. ഗൃഹോപകരണ വിപണന രംഗത്തെ പുത്തൻ വിസ്മയം മാതാ ഹോം അപ്ലയൻസസ്, വെള്ളിക്കുളങ്ങര റോഡ്, കൊടകര. ലാൻഡ്മാർക്കിന്റെ 125 ഷോപ്പുകളിലേക്കായി നടത്തുന്ന പർച്ചേസ് ആനുകൂല്യം മാതാ ഹോം അപ്ലയൻസസിലൂടെ അനുഭവിച്ചറിയൂ. നിങ്ങൾ വിശ്വാസമർപ്പിക്കുന്ന കമ്പനികളായ സോണി, LG, സാംസങ്, പാനസോണിക്, ഒനിഡ, വീഡിയോകോൺ, സാൻസുയി, അക്കായി തുടങ്ങിയ ടിവികൾ, DVD-കൾ, ഹോം തിയേറ്ററുകൾ, പ്രമുഖ കമ്പനികളുടെ ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, AC എന്നിവയുടെ ആകർഷകങ്ങളായ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. കൂടാതെ പ്രമുഖ കമ്പനികളുടെ ക്രോക്കറി ഉൽപ്പന്നങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഗ്യാസ് സ്റ്റൗ, കുക്കർ എന്നിവ മിതമായ വിലയിൽ ലഭിക്കുന്നു. മനസ്സിനിണങ്ങുന്ന ഗൃഹോപകരണങ്ങൾക്ക് മറ്റെന്തിനേക്കാളും നല്ലത് മാതാ ഹോം അപ്ലയൻസസ് തന്നെ. മാതാ ഹോം അപ്ലയൻസസ്, വെള്ളിക്കുളങ്ങര റോഡ്, കൊടകര. ആധുനിക യുഗത്തിന്റെ പ്രൗഢിയും പ്രതാപത്തോടെയും കൊടകരയ്ക്ക് പുതിയ മുഖമായി നിങ്ങൾക്കിതാ ഒരു സിറ്റി സെന്റർ. അനേകം ദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ആറ്റപ്പള്ളിപ്പാലം കൊടകരയുടെ വികസനത്തിന് കാരണമാകുമ്പോൾ അതിലൊരു പൊൻതൂവലായി നമ്മുടെ സിറ്റി സെന്റർ. നഗരവികസനത്തിന്റെ അവസാന വാക്കായ മെട്രോപൊളിറ്റൻ സിറ്റികൾക്കൊപ്പം ഇനി കൊടകരയും അതിവിശാലമായ ബേസ്മെന്റ് കാർ പാർക്കോട് കൂടിയ 4 നിലകളിലായി 32,000 സ്ക്വയർ ഫീറ്റ് ലിഫ്റ്റ് ഫെസിലിറ്റിയോടെ അണിഞ്ഞൊരുങ്ങുന്ന ഷോപ്പിംഗ് സാമ്രാജ്യം. നഗരവീഥികളിലെ ഗതാഗത കുരുക്കുകളിൽ നിന്ന് നിങ്ങൾക്കിനി പരിപൂർണ മോചനം. സിറ്റി സെന്റർ ഷോപ്പിംഗ് മാൾ. ഒപ്പം വിനോദ കാഴ്ചകൾ വിരുന്നു നൽകാൻ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളും. ഇനി ഷോപ്പിംഗ് ഹൃദ്യമായ ഒരു അനുഭവമാക്കും. സിറ്റി സെന്റർ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡിന് സമീപം, കൊടകര. ഫോൺ 048032599797. മൊബൈൽ 9349259797. വാർത്തകൾ തുടരുന്നു. കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ ദേവീ നവാഹ യജ്ഞവും നവരാത്രി സംഗീതോത്സവവും ഈ മാസം 27 മുതൽ ഒക്ടോബർ 5 വരെ നടക്കുമെന്ന് കൊടകര മീഡിയ ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. യജ്ഞത്തിന് ചെറുശ്ശേരി കൃഷ്ണൻ നമ്പൂതിരി, സ്വാമി കൃഷ്ണദാസ്, അരവിന്ദൻ നെടുങ്ങാടി എന്നിവർ നേതൃത്വം നൽകും. എല്ലാ ദിവസവും രാവിലെ ഗണപതി ഹോമം, വൈകുന്നേരം ലളിത സഹസ്രനാമം, ദേവീ ഭാഗവത പാരായണം എന്നിവയും ഉണ്ടാകും. യജ്ഞത്തോടനുബന്ധിച്ച് ശനീശ്വര പൂജ, കുമാരി പൂജ, വിദ്യാഗോപാല മന്ത്രാർച്ചന, വൃക്ഷപൂജ, സർവൈശ്വര്യ പൂജ എന്നിവ നടക്കും. നവരാത്രി സംഗീതോത്സവത്തിൽ സംഗീത കച്ചേരി, വയലിൻ കച്ചേരി, പഞ്ചരത്ന കീർത്തനാലാപനം എന്നിവയും ഉണ്ടാകും. 6 രാവിലെ എഴുത്തിരുത്തലും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രസമിതി പ്രസിഡന്റ് വേണുഗോപാലൻ തച്ചിഞ്ചേരി, ഉണ്ണികൃഷ്ണൻ എടാട്ട്, ഉമേഷ് പൊന്നേങ്കടത്ത് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ഈ വരുന്ന സെപ്റ്റംബർ 27-ാം തീയതി ചൊവ്വാഴ്ച മുതൽ ഒക്ടോബർ 5 വരെ വളരെ ആഘോഷമായി ആഘോഷിക്കുകയാണ്. യജ്ഞാചാര്യൻ ശ്രീ ചെറുശ്ശേരി കൃഷ്ണൻ നമ്പൂതിരി, സ്വാമി കൃഷ്ണദാസ്, അരവിന്ദ നെടുങ്ങാടി എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. ക്ഷേത്രം തന്ത്രി ശ്രീ ബ്രഹ്മശ്രീ ശ്രീവിക്രം ഗുരുമേനി, ഹരീശൻ നമ്പ്രാന്തിരി, വെങ്കടേശ്വരൻ നമ്പ്രാന്തിരി എന്നിവരും ഇതിൽ പങ്കെടുക്കുന്നു. നടന്നു വരാറുള്ള
ദേവി ഭാഗവത നവാഹ യജ്ഞം ഈ വർഷം അത് 5ാമത് വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതോടുകൂടി തന്നെ ശാസ്ത്രീയ സംഗീതത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നവരാത്രി സംഗീതോത്സവം എന്ന പേരിൽ ഇത് 2ാമത്തെ വർഷമാണ് ആ പരിപാടിയും ഇവിടെ ആഘോഷിച്ചു വരുന്നത്. ശക്തി സ്വരൂപിണിയും ഭക്താഭീഷ്ട പരധായിനിയുമായ മുത്തുക്കാവിലമ്മയുടെ നടയിൽ പരാശക്തിയുടെ അവദാനങ്ങളെ പാടി പുകഴ്ത്തിക്കൊണ്ട് പരാശക്തിയുടെ കഥകൾ പറഞ്ഞുകൊണ്ട് ഭക്തജനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധിയും ഉണ്ടാക്കി തരുന്നതിന് വേണ്ടി ഏകദേശം ഇത് 5ാമത്തെ വർഷത്തിലേക്ക് ദേവി ഭാഗവത മഹായജ്ഞം കടന്നിരിക്കുകയാണ്. പ്രശസ്ത നാടക സംവിധായകനും വിദേശ സർവകലാശാലകളിൽ വിസിറ്റിംഗ് ഫാക്കൽറ്റിയുമായ ദീപൻ ശിവരാമന് മാതൃവിദ്യാലയമായ മൂലകുടം ശ്രീനാരായണ വിലാസം സ്കൂളിൽ സ്വീകരണം നൽകും. ഈ മാസം 27 നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി എ രാമകൃഷ്ണൻ ദീപൻ ശിവരാമന് ഉപഹാരം സമർപ്പിക്കും. PTA പ്രസിഡന്റ് PV ബിനോയ് അധ്യക്ഷത വഹിക്കും. ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര ഗണിതശാസ്ത്ര മേളയുടെ ഉദ്ഘാടനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു അശോകനും കുട്ടികളുടെ പത്രത്തിന്റെ പ്രകാശനം വൈസ് പ്രസിഡന്റ് K പ്രസാദും നിർവഹിക്കും. ലൈബ്രറി വിപുലീകരണ ഫണ്ട് മെമ്പർ സീതാ പുഷ്പാകരൻ ഏറ്റുവാങ്ങും. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ കുടുംബ സമ്മേളന കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ ജപമാല മഹോത്സവവും ബൈബിൾ മരിയൻ ജ്യോതി പ്രയാണവും ഈ മാസം 30 മുതൽ ഒക്ടോബർ 30 വരെ നടക്കും. ആദ്യ 20 ദിവസം വിവിധ യൂണിറ്റുകളിലെ ഭവനങ്ങളിൽ ബൈബിൾ മരിയൻ ജ്യോതി പ്രതിഷ്ഠിച്ച് പ്രാർത്ഥന നടത്തും. ഒക്ടോബർ 20 മുതൽ 30 വരെ ദേവാലയത്തിൽ ജപമാല തിരുക്കർമ്മങ്ങൾ നടക്കും. ഈ മാസം 30-ന് വൈകുന്നേരം 5:15-ന് ജപമാല മഹോത്സവത്തിന്റെ ഉദ്ഘാടനം കൊടകര ഫൊറോന വികാരി ഫാദർ വർഗീസ് ചാലിശ്ശേരി നിർവഹിക്കും. ഇതോടനുബന്ധിച്ച് ദിവ്യബലിയും പരിശുദ്ധ മാതാവിന്റെ രൂപം, ജ്യോതി, ബൈബിൾ എന്നിവയുടെ ആശീർവാദവും ഉണ്ടാകും. ഒക്ടോബർ 30-ന് നടക്കുന്ന സമാപന തിരുക്കർമ്മങ്ങൾക്ക് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് ഇരിമ്പൻ കാർമ്മികത്വം വഹിക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാവേരി ജ്വല്ലേഴ്സ് കൊടകര. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് കാവേരി ജ്വല്ലേഴ്സ് കൊടകര. സ്വർണം ഗ്രാമിന് 2525 രൂപ, പവന് 20,020 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര ദേശീയപാതയിൽ കാർ ബൈക്കിലിടിച്ച് മറിഞ്ഞു, അപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. പൂനിലാർക്കാവിൽ ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന് തിങ്കളാഴ്ച തുടക്കം. കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷവും ദേവി ഭാഗവത നവാഹ യജ്ഞവും ചൊവ്വാഴ്ച മുതൽ. ആളൂരിൽ ഗ്രാമവികാസ് സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രശസ്ത തിയേറ്റർ നാടക സംവിധായകൻ ദീപൻ ശിവരാമന് സ്വീകരണം നൽകാൻ ജന്മനാട് ഒരുങ്ങുന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.